ഭാഗവത് സിംഗ് മാനിനെ പരിപൂർണമായി വിശ്വസിക്കാൻ MLA-മാർ തയ്യാറാകുന്നില്ല. പലരും കോൺഗ്രസിലേക്ക് പോകാനായി മുറവിളി കൂട്ടുന്നുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, പഞ്ചാബിൽ 92 സീറ്റുകളുമായി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജനങ്ങൾ ആം ആദ്മി അധികാരത്തിലെത്തിയത്. ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ആകെ അവശനായിട്ട് ഇരിക്കുന്ന കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെയുള്ള ശരണം രാജ്യസഭ വഴി മുന്നോട്ട് പോവുക എന്നുള്ള രീതിയൊക്കെയാണ്. MP സ്ഥാനം നേടിയെടുത്താൽ വലിയ തോതിലുള്ള ഒരു സംരക്ഷണ വലയം തനിക്കുണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ആം ആദ്മി ഏറെ വിശ്വസ്തയോടെ പ്രതീക്ഷയോടെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ പലതും അവർക്ക് പാളുന്നുണ്ട്. രാഘവ് ചന്ദ BJPയിലേക്ക് പോയതുൾപ്പെടെ വലിയ തിരിച്ചടികൾ ആം ആദ്മി പാർട്ടി നേരിടുന്നു എന്നത് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി വരുന്ന സീറ്റൊഴിവുകൾ, പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ നിന്നും ഒരു MP-യെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ആം ആദ്മിയിലെ 22ഓളം വരുന്ന ഡൽഹി MLA-മാരിൽ പകുതി പേരും കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കാൻ തീരുമാനിക്കുന്ന രീതിയിലേക്കാണ്. അത്തരത്തിൽ വരുമ്പോൾ അതിലൂടെ വളർന്നു വന്ന ആം ആദ്മി പെട്ടെന്ന് തന്നെ തകരാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണോ കോൺഗ്രസിനെ അള്ളുവെച്ച് ആം ആദ്മി പാർട്ടി 2013 മുതൽ വലിയ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസും അത് വെറും വാക്കുകളിൽ മാത്രമാണ് നടത്തിക്കൊണ്ട് കെജ്രിവാൾ ഗിമിക്സുമായി മുന്നോട്ട് പോയത്, അതെല്ലാം ഇപ്പോൾ തിരിച്ചടിയാകുന്നുണ്ട്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മകളുടെ വിവാഹം ധൂർത്തടിച്ച് നടത്തിയതും അതൊക്കെ പഞ്ചാബ് സംസ്ഥാനത്തെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നെടുത്ത് ചിലവാക്കിയ പണമാണെന്നും മദ്യനയം മാത്രമല്ല കെജ്രിവാൾ വൻ ഫ്രോഡാണ് എന്നുള്ള രീതിയിൽ തെളിവ് സഹിതം കോൺഗ്രസും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP നേരത്തെ കണ്ടുപിടിച്ച വിഷയത്തിൽ അതിൽ കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയ പ്രതിയോഗിയായി കെജ്രിവാളിനെ വ്യക്തിപരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അദ്ദേഹം ചെയ്ത ചെയ്തികളെ ഒരു കാലത്തും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് മുൻപ് കോൺഗ്രസ് വിട്ട് ആം ആദ്മിയിലേക്ക് ചേരുകയും തിരികെ കോൺഗ്രസിലേക്ക് തന്നെ വന്ന് ചേരുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഡൽഹിയിലെ പ്രധാനികളിൽ ഒരാളായിട്ടുള്ള അൽക്കാലാംബയും അതുപോലെ മുൻ കേന്ദ്രമന്ത്രി അജയ് മാക്കാനും ഒക്കെ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്.